മച്ചാനെ എവിടെ പോണോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാതെ നിങ്ങൾ വന്നേരും, നമ്മുടെ കടമക്കുടിയിലേക്ക് വന്നേരും. ഒന്നും നോക്കാനില്ല, പെട വൈബാണ്. ചെമ്മീൻ കെട്ട്, കായല്, പിന്നെ കുറെ തുരുത്ത്, ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കണ പാടം. പിന്നെ നൈസ് ഒരു ബോട്ടിങ് കൂടി അവിടെ വെച്ചു കൊടുത്താലില്ലേ വേറൊരു ലെവലാണ്. നമുക്ക് എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത് ചെന്ന് തന്നെ ആസ്വദിക്കേണ്ട ഒരു സംഭവമുണ്ട്. നമ്മൊരു വേറൊരു വൈബിലേക്ക് നമ്മ അവിടെ പോകാത്ത ഒരു നെസ്റ്റോ കൂടി പിടിച്ചു വയ്ക്കണം. പഴയ ഒരു നെസ്റ്റാളജി ഇല്ലേ, ആ സംഭവം കൂടി കയ്യിൽ കരുതിക്കോണം. എന്നാൽ മാത്രമേ നമുക്ക് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചെറുതായിട്ടൊരു ബോട്ടിങ് കൂടി അവിടെ നടത്തിക്കാനില്ല. പെട്ടെന്ന് നോക്കിയ മോനെ എപ്പെട്ട കാണാനാണ് നിങ്ങള് നോക്കിയേ. വരച്ചു വെച്ചേക്കണ അല്ലേ. അതാ നമ്മുടെ ഒപ്പം വന്നവര് പറഞ്ഞേ കൊച്ചിയിലെ ഏതാണ് നല്ല സ്ഥലം കാണാന്ന് വെച്ചാൽ നമുക്കപ്പോ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അന്നൊരു കാര്യം ചെയ്യും, കടമക്കുടിയിൽ പോകാൻ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് കടമക്കുടി പോണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 5:30 കഴിഞ്ഞിട്ട് പോകാൻ തോന്നും. അതെന്താ വെച്ചാൽ നമ്മുടെ വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭംഗി അങ്ങോട്ട് കിട്ടൂല. ലാസ്റ്റ് കുറച്ച് ചൂടെടുക്കണം തുടങ്ങി. അന്ന് പിന്നെ 5:30 തൊട്ട് അങ്ങനെ 5:30 ഒരു ബിഡല് വിട്ടിട്ട് 6 മണിയായപ്പോൾ ഇവിടെ എത്തിയ. കാരണം നമുക്കൊരു 5:30-6 മണി കൊള്ളിച്ചോടെ എത്തിയായി. എന്നാലും നമുക്ക് ഈ ഒരു വൈബ് കിട്ടും. എനിക്ക് ഭംഗിയാ നോക്കി. അപ്പൊ വന്നവർക്കും ഇഷ്ടപ്പെട്ട്. കടമക്കുടി എന്ന് പറഞ്ഞപ്പോ അവർ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടാ. ചെറിയൊരു ബോട്ടിങ്ങും കൊടുത്തവർ. അപ്പൊ ആ ബോട്ടിൽ ഒരു 1 മണിക്കൂർ കടമക്കുടിയൊക്കെ ഐലൻഡൊക്കെ ഒന്ന് ചുറ്റി കുറെ ചെറിയ ചെറിയ തുരുത്തൊക്കെ കണ്ട് എന്നാ ലെവലാന്ന് നോക്കി. വന്നവർക്കില്ലേ അത് ഇഷ്ടപ്പെട്ടു. ഞാൻ കൊച്ചിയിൽ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടാകും. അവരാകെ കണ്ടേക്കണം നമ്മുടെ ബിൽഡിങ് അല്ലേ, ചുമ്പടികളായ കുറേ ബിൽഡിങ്, 25-30 നിലയുള്ള ബിൽഡിങ്. ശരിക്കും മണ്ണി ചവിട്ടി നടക്കണമെങ്കിൽ ഇത് കടമക്കുടിയിലേക്ക് വരും. പച്ച മനുഷ്യരെ കാണാൻ പറ്റുള്ളൂ. വന്നാൽ ചൂണ്ടയിടല്, മീൻ തപ്പിപ്പിടിക്കല്, പിന്നെ ലൈറ്റ്, പഴയ നാടൻ പാട്ടൊക്കെ പാടി അവിടെ ഇരിക്കുന്ന ടീം. അതൊരു വേറെ ലെവലാണ് അവിടെ നിന്ന്. നമ്മ ആ വൈബിലേക്ക് പോകണം. നമ്മ അവിടെ ചെല്ലാൻ നേരത്തിൽ ചില ആൾക്കാർ നാടൻ പാട്ടൊക്കെ പാടി ഇരിപ്പുണ്ട്. അവിടുത്തെ ആൾക്കാർ അപ്പൊ ആ ഒരു ക്യാരക്ടറും നമ്മ അവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ ആ ഒരു വൈബിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോലല്ലേ നമുക്ക് അവരുടെ കൂടെ കൂടാൻ തോന്നും. അതെല്ലാവർക്കും പറ്റില്ല കേട്ടോ. നമ്മ എവിടെയെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് പോകുമ്പോൾ നമ്മ നേരത്തെ തയ്യാറെടുക്കും നമ്മുടെ മനസ്സിൽ. നമ്മൾ പോണ ഇന്ന സ്ഥലത്താണ്, അതാണ് വേറൊരു ലോകമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ അങ്ങോട്ട് ഉരുട്ടി പുരട്ടി അങ്ങ് എടുത്തങ്ങ് റെഡിയാക്കി അങ്ങ് വെച്ചേക്കും. ഒന്നും നോക്കാനില്ല. അപ്പൊ എവിടെ പോകണമെന്ന് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ ഒന്നും നോക്കണ്ട. ഫസ്റ്റ് ഓപ്ഷൻ എറണാകുളത്ത് കടമക്കുടി കേട്ടാ, നിങ്ങളുടെ പോകുന്നത്. പിന്നെ തീക്കാണ് തുരുത്തില്ലേ, തീക്കാണ് തുരുത്തിൽ അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ക്യാമറ അങ്ങനെ സൂമായില്ല. ആ ചേട്ടനും ആ ചേട്ടൻ്റെ വൈഫും രണ്ടുപേരും മാത്രമേ ഈ ഒരു തുരുത്തി. വേറെ ഒരു മനുഷ്യനില്ല അവിടെ. ആ ചേട്ടനോട് ഇപ്പം ഉണ്ടോ ആ പുള്ളിക്കാരൻ. അപ്പോൾ അങ്ങനത്തെ കുറേ ആൾക്കാർ ഇങ്ങനെയും താമസിക്കുന്ന ഒരുപാട് പേര്. നമുക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങിയാൽ സാധനങ്ങൾ വാങ്ങാം, എന്തെങ്കിലും വേണമെങ്കിൽ അപ്പം തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിക്കുക അല്ലേ. ഈ തുരുത്തിലുള്ളവരൊക്കെ എന്ത് ഓർഡർ ചെയ്തിട്ട് ആര് കൊണ്ടുവന്ന് കൊടുക്കാനാണ്. അപ്പോൾ അവരുടെ ഒരു ലൈഫ് ഉണ്ടല്ലോ, ആ പഴയ കാലത്തെ ലൈഫ്, അതൊക്കെ നമുക്ക് കണ്ടാസ്വദിക്കാൻ പറ്റും. അതാണ് യഥാർത്ഥ കടമക്കുടി എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒരു പഴയ ഒരു കാലത്തിലേക്ക് ഇങ്ങനെ പോകും. എന്നാൽ നമുക്കൊരു 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്പരചുംബരിയായ അല്ല അങ്ങനെയല്ല പറയുന്നത്, കെട്ടിടങ്ങളും മെട്രോ എന്താണ് ഇല്ലാത്ത എല്ലാ പണ്ടാരും തൊട്ടൊരു 5-6 കിലോമീറ്റർ ഇപ്പുറത്ത് എത്തുമ്പോഴേ കടമക്കുടി കാണുന്നത്. നമ്മുടെ പ്രകൃതിയുടെ മാറ്റം കണ്ട സംഭവം കണ്ട. നിങ്ങൾ പിടിച്ച അതൊക്കെ പിടിച്ചോ, പിടിച്ചില്ലേ ഉണ്ടാ നോക്കിയേ. നിങ്ങളൊക്കെ കാണണ്ട പൊളിച്ചില്ലേ. എനിക്ക് പ്രാന്താണ്. കടമക്കുടി കണ്ടായിരിക്കും പ്രാന്തം ആ ഒരു ലെവലിലേക്കും. പിന്നെ വേറൊന്നും പറയണമൊന്നുമില്ല. അപ്പൊ വെറുതെ ഇരിക്കുമ്പോ കടമക്കുടി ചുമ്മാ ഇരിക്കുമ്പോ നേരെ കടമക്കുടിയിലേക്ക് വിട്ടു കേട്ടാ. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. മറ്റേ കവിയൊന്നും അല്ലെങ്കിൽ പ്രകൃതിയെ വർണ്ണിക്കാനായിട്ട് നമ്മുടെ ഒരു ശൈലി ഇതായി പോയിട്ട് വെച്ചേക്കാം. അപ്പോൾ ക്ഷമിച്ചളഞ്ഞേക്ക്. പിന്നെ അടുത്ത എന്തെങ്കിലും ഉടായിപ്പായിട്ട് വീണ്ടും വരാട്ടോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് വീണ്ടും കാണാന്നേ.